നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരുന്നതായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞൊരു പോർഷനായിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കിയിരുന്നത് അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് നോക്കുവാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെർവർ സൈഡ് ടോപ്പിക്സ് ആണ്, സെർവർ സൈഡിലുള്ള അറ്റാക്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം SQLഉം ഓതൻറ്റിക്കേഷൻ, അതുപോലെ പാത്ത് ട്രാവേഴ്സിലെ കമാൻഡ് ഇഞ്ചക്ഷൻ, ബിസിനസ് ലോജിക് വൾനറബിലിറ്റീസ് പഠിച്ചു, ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ പഠിച്ചു, അതുപോലെ ആക്സസ് കൺട്രോൾ, ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റീസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SSRF മെയിനായിട്ടുള്ള അറ്റാക്കാണ് കേട്ടോ, സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി. അതായത് ഇവിടെ നമ്മൾ എന്താണെന്ന് പറയുന്നത്, ഈ SSRF അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർവറിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതായത് സെർവർ ഒരു സെർവർ നമുക്കൊരു ഒരു ക്ലയൻറ്റ് ഒരു സെർവറും കാണില്ല. മെയിനായിട്ട് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് സെർവറായിരിക്കും. ആ സെർവറിനെ ഒരു കബളിപ്പിച്ച് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരിക എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ജസ്റ്റ് അതിനെ ബൈപ്പാസ് ചെയ്ത് അല്ലെ അതിനെ പറ്റിച്ചെടുത്തുകൊണ്ട് വരുന്ന രീതി നമ്മളൊരു അയാൾ കള്ളം പറഞ്ഞ് നമ്മൾ കാര്യം സാധിക്കുന്ന പോലെ തന്നെ അതുപോലൊരു ടൈപ്പാണ് ഈ ഒരു SSRF അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എന്താണ് SSRF അറ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി ഈസ് എ വെബ് സെക്യൂരിറ്റി വൾനറബിലിറ്റി that allow an attacker to cause server side application to make request to an unintended location. അതായത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റോബോട്ട്.exe ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് ഒരു നോർമലായിട്ടുള്ള യൂസർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫയലുകൾ ഉണ്ടായിരിക്കും അല്ലേ. അഡ്മിൻ ഫയലുകൾ കാണും, അതുപോലെ തന്നെ പല പല ഫയലുകൾ കാണും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഫയലുകൾ ഇതുപോലെ നമുക്ക് പബ്ലിക് ആക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള അതുപോലെയുള്ള ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ലൊക്കേഷനിലോട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കയറാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ, അതായത് സർവർ സൈഡ് റിക്വസ്റ്റ് ഒരു വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വൾനറബിലിറ്റിയാണ് കേട്ടോ. ഇത് അറ്റാക്കർ കോസ് സർവർ സൈഡ് ടു മേക്ക് റിക്വസ്റ്റ് ടു അൺഇൻറ്റൻഡഡ് ലൊക്കേഷൻ. ഓക്കെ, അവിടെ തന്നെ ജസ്റ്റ് താഴെ പറയുന്നുണ്ട് ടിപ്പിക്കൽ SSR. ഓക്കെ, ദെൻ ദ അറ്റാക്കർ might cause the server to make a connection to internally only service with the organization infrastructure. In other case, they may be able to force the server to connect to arbitrary external system. This could lead sensitive data such as unauthorized credentials. അതായത് നമ്മൾ SSRF അറ്റാക്ക് നടത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ടുള്ള നമ്മളോടൊപ്പം ഒരു റീഡയറക്ഷൻ, ഇപ്പോൾ ഏത് വെബ്സൈറ്റിൽ ചെന്നാലും നമ്മളിപ്പോൾ ഒരു റീഡയറക്ഷൻ കാണും അല്ലേ. ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് റീഡയറക്റ്റ് ചെയ്ത് കയറി പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ആ റീഡയറക്ഷൻ ലിങ്ക്, അതിൽ ആ വെബ്സൈറ്റ് നമ്മുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റായിട്ട് നമ്മൾ ഇപ്പം SSRF ബേസ് ചെയ്തിട്ടുള്ള അറ്റാക്ക് നടത്താൻ അറ്റാക്കറിൻ്റെ ഒരു വെബ്സൈറ്റ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പം ആ ഒരു റിക്വസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പം ആ ഒരു ഏരിയയിൽ പോയി ഡയറക്റ്റ് ആ സെർവറിൽ പോയി എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻ ആ മെയിൻ സെർവറിൽ നിന്ന് പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സെൻസിറ്റീവ് ലൈക്ക് യൂസർ ക്രെഡൻഷ്യൽസ്, അതുപോലെ തന്നെ ഓതറൈസേഷൻ, അഡ്മിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ, ഇതൊരു തേർഡ് പാർട്ടി നമ്മളൊരു അറ്റാക്കർ ഒരു URL കയറ്റി വിടുന്ന ഒരു ടൈപ്പ് അറ്റാക്കാണ് SSRF എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇവിടെ പറയുന്നത്. ഇമ്പാക്റ്റ് ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇത് വലിയൊരു അറ്റാക്കായിട്ട് കാണില്ല എങ്കിലും, പക്ഷേ ഈ ഒരു അറ്റാക്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെർവറിനെ നമുക്ക് നെഗറ്റീവായിട്ട് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന് ഇമ്പാക്റ്റ് വരുന്നത് കേട്ടോ. അതായത് സക്സസ്ഫുൾ CSRF attack can often result to unauthorized action or access to data within the organization. This can be vulnerable application
or on other backend systems that the application can communicate with. In some situation, SSRF vulnerability might allow an attacker to perform arbitrary command execution. അതായത് നമുക്ക് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ SSRF നമ്മുടെ പേലോഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ആർബിട്രറി കമാൻഡ്സുകൾ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ആ ഒരു സെർവറിനകത്തു നിന്നുള്ള ഡീറ്റെയിൽസ് ക്രെഡൻഷ്യൽസ് നമുക്ക് അതിൽ നിന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അറ്റാക്ക് തന്നെയാണ്. നമ്മൾ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് SSRF അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അത് വലിയൊരു ഇതായിട്ട് പറയില്ല. അപ്പോൾ ഇൻസ്കോപ്പായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവർ പറയാറുണ്ട് SSRF വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ അവരത് ഇൻഫോർമേറ്റീവ് ആയിട്ട് വിടാറും ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം, പാരഗ്രാഫ് നോക്കാം. SSRF exploits that the cause connection to external third-party system might result in malicious onward attack. This can appear to or originate from the organization hosting the vulnerable application. ഓക്കെ, അതായത് നമുക്ക് ഞാൻ ഇതിനെല്ലാം മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പാത്തുകളുണ്ടായിരിക്കും. ആ പാത്തുകൾ ഇപ്പോൾ നമ്മൾ അഡ്മിൻ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതുപോലുള്ള അഡ്മിൻസ് ആ ഒരു പാത്തിലോട്ടൊക്കെ ഇങ്ങനെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക്കായിട്ട് കിടക്കുവാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള അറ്റാക്സുകൾ നമുക്ക് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേർഡ്സുകൾ ഇപ്പം ലോക്കൽ ഹോസ്റ്റ് ഇപ്പം പല കാര്യങ്ങളും പല വേർഡ്സുകളും നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടാം. ഇൻപുട്ട് ഇപ്പം ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് ഇടുമ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ബ്ലോക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ചില വെബ്സൈറ്റിലേക്ക് കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഫിൽട്ടർ ചെയ്യുക, ഇൻപുട്ട് സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഫിൽട്ടറൈസേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ റോബോട്ട്.txt പോലത്തെ ഫയലുകളിൽ നമ്മൾ ചില ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളിൽ അലോ ചെയ്യാതെ കൊടുക്കുക, ഡിസലോ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പം എക്സാമ്പിൾ റോബോട്ട്.txt തന്നെ ഒരു ഫയലുണ്ടെന്ന് നോക്കുക. ഓക്കെ, നമ്മൾ റോബോട്ട്.txt ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് /roboto.txt ഇട്ട് കഴിയുമ്പം നമുക്ക് കുറേ ടെക്സ്റ്റുകൾ അതായത് അലോ ഡിസലോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അല്ലേ. അതിൽ ഡിസലോയിൽ കൊണ്ടിടുക. എന്നാലും ചിലത് ഡിസലോയിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിനകത്ത് ആക്സസ് കിട്ടാറുണ്ട്, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഇതിന് ഡിസലോയിലോട്ട് ആക്കിയിടുവാണെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ ബ്ലോക്ക് ചെയ്തോളും കേട്ടോ. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രിവെൻഷനായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ലാബ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ലാബിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ആക്സസ് കൊടുക്കാം. അതായത് ദിസ് ലാബ് ബേസിക് SSRF അഗെയിൻസ്റ്റ് ലോക്കൽ സെർവർ എന്നാണ് പറയുന്നത്. ലോക്കൽ സെർവറിലോട്ടൊരു ബേസിക് ടൈപ്പ് SSRFിൻ്റെ ബേസിക് അറ്റാക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ദിസ് ലാബ് സ്റ്റോക്ക് ചെക്കിംഗ് ഫീച്ചർ ഫെച്ച് ഡേറ്റ ഫ്രം ദ ഇൻറ്റേർണൽ സിസ്റ്റം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിപ്പം സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് പോലെ ആമസോൺ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പിൻ കോഡൊക്കെ അടിച്ച് ചെക്ക് ചെയ്യില്ല, അവിടെ അവൈലബിൾ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്തില്ല. അതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്, ഒരു ഫീച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻറ്റേർണൽ സെർവറിൽ പോയി ചെക്ക് ചെയ്യേണ്ടേ. അതായത് ഇൻറ്റേർണൽ സെർവറിലാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കിടക്കുന്നത് അല്ലേ. അപ്പം ഇൻറ്റേർണൽ സെർവറിൽ പോയി ഇതുപോലുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുതരണം അല്ലേ. അപ്പോൾ ആ ഒരു രീതി അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ടു സോൾവ് ദ ലാബ് ചേഞ്ച് സ്റ്റോക്ക് ചെക്ക് URL ടു ആക്സസ് ദ അഡ്മിൻ ഇൻ്റർഫേസ് അറ്റ് HTTP ലോക്കൽ ഹോസ്റ്റ് അഡ്മിൻ. അതായത് ലോക്കൽ ഹോസ്റ്റ് അഡ്മിൻ എന്ന് പറഞ്ഞ പാത്തിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാർലോസ് എന്ന് പറഞ്ഞ യൂസറിനെ ഡിലീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാനിവിടെ ആക്സസ് ലാബ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രോക്സി ഒന്ന് ഓൺ ആക്കട്ടെ. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ ക്രെഡൻഷ്യൽസ് ഒന്നും തന്നിട്ടില്ലല്ലോ. നമ്മളോട് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞു തന്നിട്ട് ഡിലീറ്റ് ചെയ്യാനാണ്. നമുക്ക് വേറെ ആളുടെയും വിക്ടിമിൻ്റെ ആയാലും നമുക്കൊരു ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ചെക്ക് ചെയ്തോ, പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ലണ്ടൻ കണ്ടോ, പാരീസ്, നമുക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഓപ്ഷൻ്റെ നമുക്കൊന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, ഇതിൽ കണ്ടോ ഈ പ്രൊഡക്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. ഇതിൽ കണ്ടോ സ്റ്റോക്ക് API എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ. അതായത് ഈ ഒരു API ആണ്, സ്റ്റോക്ക് API ആണ് ഇതിലോട്ട് അതായത് ബാക്ക് എൻഡിലോട്ട്, അതായത് നമ്മുടെ സെർവറിലോട്ട് ഈ ഒരു ഡീറ്റെയിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ആ മൗസ് ഇവിടെ കൊണ്ട് വെച്ചാൽ കാണാൻ പറ്റും. കണ്ടോ ആ ലിങ്ക് കറക്റ്റാണോ, HTTP stock.wellike2shop.net /8080 എന്നിട്ട് ആ പ്രൊഡക്റ്റ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുവാണ് അല്ലേ. ഓക്കെ, ഞാൻ ഈ റിക്വസ്റ്റിനെ സെൻഡ് ടു റിപ്പീറ്ററിലോട്ട് നമ്മൾ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഇത് കളയുവാണ്. ഓക്കെ, ഈ ഒരു റിക്വസ്റ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് HTTP അതായത് ലോക്കൽ ഹോസ്റ്റിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അതായത് ലോക്കൽ ഹോസ്റ്റിൻ്റെ IP എല്ലാവർക്കും അറിയാമല്ലോ, 127.0.0.1 ആണ് കേട്ടോ. ലോക്കൽ ഹോസ്റ്റ് /admin ഇട്ട് നോക്കാം, ആക്സസ് കിട്ടുമല്ലോ നോക്കാം. ലോക്കൽ ഹോസ്റ്റ് /admin. ഓക്കെ, നമുക്കിവിടെ ആക്സസ് കിട്ടുന്നുണ്ടല്ലേ. ജസ്റ്റ് നമുക്കിവിടെ റെൻഡർ ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, റെൻഡറിൽ അത് കാണിക്കുന്നില്ല, കുഡ് നോട്ട് റെൻഡർ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ അഡ്മിൻ പാനൽ കിട്ടിയിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇത് ഇവിടെ അഡ്മിൻ പാനൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് അഡ്മിൻ വന്ന് കിടക്കുന്നുണ്ടോ. ഓക്കെ, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഷോ റെസ്പോൺസ് ബ്രൗസറിട്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കാണിച്ചേക്കാം. ബ്രൗസറിലിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഓക്കെ, നമ്മൾ അഡ്മിൻ പാനലിൽ വന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ലാബിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, കാർലോസ് എന്നുള്ള യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് എന്താണ് ഇവിടെ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ യൂസേഴ്സ് വീനനെ ഡിലീറ്റ് ചെയ്യാനുള്ള URL ഉണ്ട്, അതുപോലെ തന്നെ കാർലോസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള URL ഉണ്ട് അല്ലേ. ഈ ഒരു URL കോപ്പി ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പരിപാടി തന്നെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ 3 നോട്ട് ഫൗണ്ട് ആണ്. അതായത് നമുക്ക് ഷോ റെസ്പോൺസ് ഇൻ ബ്രൗസർ നോക്കാം. ഓക്കെ, നമ്മൾ വീനറിനെ കളഞ്ഞു കേട്ടോ. ലാബ് സോൾവ് ആയി കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ബേസിക് SSRFൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഫസ്റ്റ് ലാബ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,